ആരെങ്കിലും നമ്മളെ സഹായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടാതെ ആണെങ്കിലും ആരെങ്കിലും നമുക്കൊരു സഹായം ഓഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരോടൊരു കടപ്പാടുണ്ടായിരിക്കും അല്ലേ? എപ്പോഴെങ്കിലും അവർക്കത് തിരിച്ച് ചെയ്യണം, അവരിങ്ങോട്ട് ചെയ്ത സഹായം അതിൽ കൂടിയ അളവിലെങ്കിലും അങ്ങോട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അല്ലേ? ഇതൊരു നല്ല സ്വഭാവമാണ്. കടപ്പാടുണ്ടാവുക, നന്ദി ഉണ്ടാവുക, സഹായിച്ചവരെ തിരിച്ച് സഹായിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക, ഇതൊക്കെ വളരെ നല്ല സ്വഭാവമാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഇത് നമുക്കൊരു പാരയായി മാറാറുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ സഹായം സ്വീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നമുക്ക് അത് മോശമാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മുടെ മോറൽ വാല്യൂസിന് ഒക്കെ അത് എതിരാണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും. നമ്മളെങ്ങാനും അതിനെ എതിർത്ത് കഴിഞ്ഞാൽ, അതിന് കൂട്ടുനിന്നില്ലെങ്കിൽ നമ്മൾ ഒരു നന്ദിയില്ലാത്ത ആളായി മാറും എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. ഇങ്ങനെയുള്ള നമ്മുടെ ചിന്തയില്ലേ, ഈ കടപ്പാടും നന്ദിയും കൊണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചും ചെയ്യണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്, അതിനെയാണ് സൈക്കോളജിയിൽ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. ഈ റെസിപ്രോസിറ്റി ഒരു പാരയായി മാറുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മഹാഭാരതത്തിൽ കർണൻ്റെ കഥ. അറിയില്ലേ? കഴിവുള്ള ആളായിട്ടും അസ്ത്രവിദ്യയിൽ കേമനായിട്ടും എല്ലാവർക്കും അറിയാം കർണൻ വളരെയധികം സാമർഥ്യമുള്ള ഒരാളാണ്, നല്ല കഴിവുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നല്ലൊരു കുടുംബ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്തതിൻ്റെ പേരിൽ അയാൾ മാറ്റി നിർത്തപ്പെടുകയാണ്, പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെടുകയാണ്. ആ സമയത്ത് ഇതൊരു അവസരമായി കണ്ട് ദുര്യോധനൻ അദ്ദേഹത്തെ അംഗരാജ്യത്തിൻ്റെ രാജാവാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ തൊട്ട് കർണൻ മാനസികമായി ദുര്യോധനനോട് അടിമയാണ്. ആളുകളുടെ ഇടയിൽ വെച്ച് അപമാനിക്കപ്പെടുന്ന സമയത്ത് ഒരു വലിയ കാര്യമാണ് ദുര്യോധനൻ ചെയ്തത്. അയാളെ ആ അപമാനത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയെങ്കിലും അയാൾക്ക് തിരിച്ച് ആ സഹായത്തിനുള്ള നന്ദി എങ്ങനെ കാണിക്കും എന്നുള്ളൊരു ചിന്ത മാത്രമാണ് കർണൻ്റെ മനസ്സിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ദുര്യോധനൻ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണ്, ധർമ്മത്തിന് നിരക്കാത്തതാണ് എന്നൊക്കെയുള്ള ചിന്ത കർണൻ ഉണ്ടായിട്ടും, പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടും കർണൻ്റെ മനസ്സിൽ തെറ്റെന്ന് കരുതുന്ന കാര്യങ്ങളാണ് ദുര്യോധനൻ ചെയ്യുന്നതെല്ലാം. പക്ഷെ എന്നിട്ടും ആ തെറ്റ് തിരുത്താനോ അതിനെതിരെ നിൽക്കാനോ ഒന്നും കഴിയുന്നില്ല. മിണ്ടാതെ കൂടെ നിൽക്കേണ്ടി വരികയാണ്. കാരണം അത് ഈ റെസിപ്രോസിറ്റി കൊണ്ടാണ്. തനിക്കൊരു സഹായം ചെയ്ത ആൾ, അതും വലിയൊരു സഹായം ചെയ്ത ആൾ, അയാൾക്ക് എതിരെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു നന്ദിയില്ലായ്മയാണ് എന്നൊരു ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടാണ് കർണൻ അതിനെ എതിർക്കാൻ കഴിയാതെ വരുന്നത്. നിത്യജീവിതത്തിൽ നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. ആരുടെയെങ്കിലുമൊക്കെ സഹായം സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് അറിഞ്ഞാലും ഒന്നുകിൽ നമുക്ക് മിണ്ടാതിരിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടുപോകാറുണ്ട്. അവരെ എതിർത്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് പറയുക, അതിനെതിരെ പ്രതികരിക്കുക, ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുക. അവർ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലോയൽ അല്ലാതാവുകയാണോ, നമ്മൾ നന്ദിയില്ലാത്തവരാവുകയാണോ എന്നൊക്കെ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരും. അങ്ങനെ നമ്മളൊരു കെണിപ്പെട്ടതുപോലെയാവും. അപ്പോൾ കഴിയുന്നതും ആളുകളുടെ സഹായം സ്വീകരിക്കാതിരിക്കുക. ഇനി നമുക്ക് മറ്റൊരു സോഷ്യോ സൈക്കോളജിക്കൽ ബിഹേവിയർ നോക്കാം. നിങ്ങൾക്കൊരു അപകടം സംഭവിക്കുകയാണെങ്കിൽ, കൂടുതൽ ആളുകൾ ഉള്ളിടത്ത് വെച്ച് അത് സംഭവിക്കുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ സഹായിക്കും എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? പക്ഷെ അത് തെറ്റാണ്. ആൾ കൂടും തോറും നമുക്ക് സഹായം കിട്ടാനുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യുക. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യരും മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് ഒരു കാര്യത്തിൽ പ്രതികരിക്കുക. അപ്പോൾ കുറേ പേര് വെറുതെ നോക്കി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് തോന്നും നമ്മളും അവിടെ വെറുതെ നിൽക്കും. ആൾക്കാരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്, മറ്റുള്ളവരെന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് സാധാരണ മനുഷ്യന്മാർ എപ്പോഴും ചിന്തിക്കുക ഏതൊരു പ്രശ്നം വരുമ്പോഴും. അതുപോലെ തന്നെ നമ്മൾ ലെസ് റെസ്പോൺസിബിളായിട്ട് നമുക്ക് അനുഭവപ്പെടും. വേറെ ആരെങ്കിലും ചെയ്യും എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. അവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടല്ലോ ഇവിടെ, അപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തോളും എന്നൊരു ചിന്ത നമുക്ക് വരും. എല്ലാവരുടെയും മനസ്സിൽ ചിന്ത ഒന്നായിരിക്കും, വേറെ ആരെങ്കിലും ചെയ്തോളും എന്നുള്ളത്. അങ്ങനെ നോക്കി നിന്നിട്ട് ആരും ഒന്നും ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് ചാറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉള്ള ഗ്രൂപ്പായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണം, അത് ഫിനാൻഷ്യലോ ഏതെങ്കിലും രീതിയിലൊരു സഹായം വേണമെങ്കിൽ നിങ്ങൾ ആ സഹായം ചോദിച്ചിട്ടൊരു മെസ്സേജ് ഇടുകയാണെങ്കിൽ അതിന് റിപ്ലൈ വരാൻ കുറേ വൈകും. കാരണം എന്താണ്, ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരെല്ലാവരും വിചാരിക്കും വേറെ ആരെങ്കിലും റിപ്ലൈ കൊടുക്കട്ടെ, അതിന് ശേഷം നമുക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ എല്ലാവരും ചിന്തിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു മറുപടി വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ കൂടുതൽ മക്കളുള്ള മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം മക്കൾ കൂടുന്തോറും എല്ലാവരുടെയും
മനസ്സിൽ ഉത്തരവാദിത്വം കുറഞ്ഞതുപോലെയുള്ള ഒരു ലെസ് റെസ്പോൺസിബിൾ ആയിട്ടാണ് അവർക്ക് അനുഭവപ്പെടുക. എൻ്റെ മാത്രം അച്ഛനും അമ്മയല്ലല്ലോ, അവനെന്താ നോക്കിയ അല്ലെങ്കിൽ അവൾക്കെന്താ നോക്കിയ എന്നുള്ള ചിന്തയായിരിക്കും എല്ലാ മക്കളുടെയും മനസ്സിലുണ്ടായിരിക്കുക. ഞാൻ മാത്രം എന്തിനു നോക്കണം, എൻ്റെ മാത്രം അച്ഛനും അമ്മയല്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് വരിക. നേരെ മറിച്ച് ഒരു മകനോ മകളോ ഉള്ളൂ വെച്ചാൽ അവർക്ക് ഞാൻ തന്നെ ചെയ്യണം, വേറെ ആരും ഇല്ല, ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യാനില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ളവരായിട്ട് പെരുമാറും. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ചിന്തിക്കുക അവൻ ചെയ്യട്ടെ അല്ലെങ്കിൽ അവൾ ചെയ്യട്ടെ എന്നൊരു ചിന്തയാണ് എല്ലാവരുടെ ഉള്ളിൽ വരിക. ഇങ്ങനെ ആൾ കൂടുമ്പോൾ ലെസ് റെസ്പോൺസിബിളായി നമുക്ക് അനുഭവപ്പെടുന്ന ഈ അവസ്ഥേനെ ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്നാണ് സൈക്കോളജിയിൽ പറയുക. ആൾ കൂടുമ്പോൾ കാര്യം നടക്കാനുള്ള ചാൻസ് കുറയും. നാടൻ ഭാഷയിലൊക്കെ പറയില്ലേ, ആൾ കൂടിയ പാമ്പ് ചാവില്ല എന്നോ, അങ്ങനെ എന്തോ ഒരു ചൊല്ലൊക്കെ ഇല്ലേ. എവരി വൺ അസ്യൂംസ് സമ്മൺ എൽസ് വിൽ ആക്ട്. വേറെ ആരെങ്കിലും ചെയ്തോളും എന്നൊരു ചിന്ത എല്ലാവരുടെയും ഉള്ളിൽ വരും. അപ്പോൾ നമ്മൾ ലെസ് റെസ്പോൺസിബിളായി അനുഭവപ്പെടും, നമുക്ക് ഉത്തരവാദിത്വം കുറഞ്ഞതുപോലെ തോന്നും. ഇതിനെയാണ് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്ന് സൈക്കോളജിയിൽ പറയുന്നത്.